ആ ഇവിടെ നിൽക്കായിരുന്നോ? അപ്പോഴേ നിന്റെ പ്രതിശ്രുത വരന് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചേച്ചി ഒരുപാട് സ്വർണ്ണമൊക്കെ തന്നു. എന്തിനാത്രയും സ്വർണ്ണമൊക്കെ തന്നെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം ഇനി പറയാം. അത് നിന്നോട് മാത്രമല്ല അവനോടും കൂടെ ഒരുമിച്ച് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ സാറേ? നീ ഈ സാറെ വിളി മാറ്റിയിട്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഞാനത് വേലയോടും പറഞ്ഞിരുന്നു. നീ കല്യാണിയെ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്? അപ്പൊ പിന്നെ ചേച്ചിയുടെ ഭർത്താവ് സാറിനാവുന്ന എങ്ങനെയാണ്? ചേട്ടനല്ലേ? നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? ഒന്ന് വരാവോ? എന്താ സാറേ? നീയും വേലും ഒന്നിച്ച് കേൾക്കേണ്ട കാര്യം അങ്ങനെ തന്നെ പറയണ്ടേ? നീ വാ. ആഹാ, നീ എത്തിയോ? പാടാ. അല്ല, ഇവൾക്ക് കല്യാണി മേഡം. എടാ മേഡം അല്ല, ചേച്ചി. ചേച്ചി ഒരുപാട് ആഭരണങ്ങൾ തന്നില്ലേ അവലു? ഇപ്പൊ എനിക്ക് സാറ് ഒരുപാട് ഡ്രസ്സ് തന്നു. അത് പറയാനാ ഞാൻ വന്നത്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളോട് രണ്ടുപേരോടും പറയാത്തൊരു കാര്യമാ ഞാൻ പറയാൻ പോകുന്നത്. അത് പറയാൻ കല്യാണി എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്താ സാറേ? വേറൊന്നുമല്ല, ഇനി ആ ചടങ്ങ് വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അതൊക്കെ നടത്തണം. നിങ്ങളുടെ കല്യാണം. ബാക്കിയൊക്കെ കല്യാണി നിങ്ങളോട് പറയും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ചടങ്ങ് നടത്തണം. ഭാവി ഇല്ലാതെ? മാമിയൊക്കെ നമുക്ക് വരുത്താം. വേറെ ആരും വരുത്തേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, ഇപ്പൊ വേണ്ട സാറേ. അതെന്താ ഇപ്പൊ വേണ്ടാത്തത്? വേലുവിനേക്കാൾ വേലുവിന്റെ കൈകൊണ്ട് ഒരു താലി നിന്റെ കരുത്തിൽ വീഴേണ്ടത് നിന്റെ ആവശ്യമാണ്. സാറേ, അത് പിന്നെ മാമ മരിച്ചിട്ട് അധികം ദിവസമായില്ലല്ലോ. എടാ, അച്ഛൻ മരിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് ദിലീപ് കാർത്തിക് കല്യാണം കഴിച്ചിട്ട് പോയത്. അതിനേക്കാൾ മുന്നെയാണ് നിന്റെ മാമ മരിച്ചത്. എന്നാലും 41 കഴിയാതെ അതിന് വിപുലമായ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു താലികെട്ട്, അതാണ് ഞാനും കല്യാണം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാ അവരൊരു ആഭരണങ്ങളൊക്കെ തന്നത്. ഇവന് ഡ്രസ്സ് വാങ്ങി കൊടുത്തതും അതിനു വേണ്ടിയാ. ആ ഡ്രസ്സിനകത്ത് മണവാളുടെ വേഷമുണ്ട്. പിന്നെ ഇവക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സാരികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് അണിഞ്ഞൊരുങ്ങണമെങ്കിൽ കാർത്തിക് എടുത്ത കല്യാണ സാരി 2-3 ഇരിപ്പുണ്ട്. അതില് അവക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾ കൊടുത്തത്. ബാക്കി അതിനൊപ്പം നിൽക്കുന്ന സാരികളൊക്കെ അവളോട് വെച്ചിരിക്കുക. ഒന്നിനും ഒരു കുറവില്ല. പിന്നെ നിനക്ക് കല്യാണ പെണ്ണായിക്കൂടെ? മാമ മരിച്ചോണ്ടായിരിക്കും ഇവക്ക് നല്ല സങ്കടമുണ്ട്. ഇവളുടെ സങ്കടമൊക്കെ മാറിക്കോളും. അതേപ്പറ്റി നീ വിഷമിക്കണ്ട. മുഹൂർത്ത സമയത്ത് നീ ഇവിടെ കഴുത്തിൽ താരി കെട്ടിയാൽ മതി. നിങ്ങൾ രണ്ടാളും വാ. അതെ, പരസ്പരം നോട്ടൊക്കെ പിന്നെ ഇപ്പൊ വരാൻ നോക്ക്. അങ്ങനെ ഞാൻ എവിടെയും വന്ന് നിൽക്കുന്നില്ല മോളെ. പിന്നെ എവളുടെ വീട്ടിൽ ഞാൻ ആളില്ലാത്തത് കൊണ്ടാ ഇടയ്ക്കൊക്കെ പോകുന്നത് കുഞ്ഞിനെ നോക്കാൻ. ഇവിടെ വന്ന് കല്യാണം കൂടിയപ്പോ തന്നെ പകുതി ആശ്വാസമായി. ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം. അത് മാത്രമല്ല മോളെ, ഇനി അവിടെ ചെന്നിട്ട് വേണം സദ്യയെ കുറിച്ച് സംസാരിക്കാൻ. കാർത്തിക മോളെയും ദിലീപ് മോനെയും വിളിച്ചൊരു സദ്യ കൊടുക്കണ്ടേ ഞങ്ങളുടെ സായാഹ്നത്തിലുള്ളവർക്ക്? എന്നാ പിന്നെ അമ്മൂമ്മയുടെ ഇഷ്ടം പോലെ. എന്താ കാര്യം പറഞ്ഞു രണ്ടാളോടും? പറഞ്ഞു. രണ്ടാളും അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം കാണിക്കുന്നില്ല. അമ്മമ്മേ, ഇവരുടെ രണ്ടുപേരുടെയും താലി കെട്ട് ഇവിടെ വെച്ച് നടത്താൻ ഞങ്ങൾ വിചാരിക്കുന്നേ. അത് നല്ല കാര്യമാണല്ലോ. അപ്പൊ ഒരു കല്യാണത്തിന് പിന്നാലെ മറ്റൊരു കല്യാണവും നടക്കുവോ? എന്നാ പിന്നെ 2 കല്യാണവും ഒരുമിച്ചങ്ങ് നടത്തിയ പോരായിരുന്നോ കല്യാണി? ഇതങ്ങനെ നല്ല ചേച്ചി. ചെറിയൊരു ചടങ്ങ്. നമ്മുടെ കാവുണ്ടല്ലോ, അതിനകത്തൊരു അമ്പലമുണ്ട്. അവിടെ വെച്ച് വേലുവിനെ കൊണ്ടൊരു താലി അമലുന്റെ കഴുത്തി കെട്ടിക്കണം. അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ വിപുലമായ കല്യാണമൊക്കെ ഇവരുടെ ഊരി വെച്ച് നടത്തിക്കോട്ടെ. കേട്ടല്ലോ, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ മനസ്സിൽ കാണാതെ മോക്ക് ആഭരണങ്ങളൊന്നും കല്യാണി മോള് വാങ്ങിച്ചു തരത്തില്ലെന്ന്. എടാ, നിനക്കും കിട്ടിയില്ലേ പളപളാന്ന് തിളങ്ങുന്ന ഡ്രസ്? മണവാളിന്റെ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു അമ്മമ്മേ. പിന്നെ ഇതിനെ തർക്കിക്കുന്നേ? പെട്ടെന്ന് കല്യാണം ഒന്നും നടത്തരുതോ? കാർത്തിയേച്ചിയും ദിലീപേട്ടനും വിരുന്നിന് വന്നു കഴിഞ്ഞാ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണമാ. നിന്റെ അമ്മയെ വരുത്താനുള്ള ഏർപ്പാടൊക്കെ കിരണേട്ടൻ ചെയ്തോളൂ. അതുകൊണ്ട് പിന്നെ അതോർത്തുള്ള സങ്കടം ഒന്നും വേണ്ട. വേലുവിന്റെ മുഖത്ത് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ഇവൾക്കാണല്ലോ പ്രയാസം. അവക്ക് പ്രയാസം കാണും. പക്ഷേ ഇപ്പൊ കല്യാണത്തിന് വേലുവിനേക്കാൾ താല്പര്യം കാണിക്കേണ്ടത് നീയാണ്, അല്ലേ മോളെ? എന്നുവെച്ചാ നീ ഒരു പെണ്ണല്ലേ? അതിനോടൊപ്പം കല്യാണത്തിനുള്ള പ്രായവും കഴിഞ്ഞല്ലേ? എത്രയെന്ന് വെച്ചാ ഈ വേലുവിനെ ഇങ്ങനെ കുതിപ്പിച്ച് നടക്കുന്നത്? രണ്ടാളും നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊച്ചിന്റെ അച്ഛൻ പോയപ്പം അത് കണ്ടിട്ടാണ് പോയതെന്നൊരു സന്തോഷമെങ്കിലും കാണുമായിരുന്നു. പിന്നെ ഇപ്പൊ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ അച്ഛൻ പോയ വിഷമത്തിൽ ഇരിക്കുക. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ആ പാപത്തിന് അതെങ്കിലും ഒരു ആശ്വാസമാകുമല്ലോ. അതെ അമലു, കാർത്തിയേച്ചി ഉള്ളപ്പോ തന്നെ ഞങ്ങൾ ഇത് തീരുമാനിച്ചതാ. എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ കൈകോർത്ത് പിടിച്ചേ പോകാവൂന്ന്. അമ്മൂമ്മ പറഞ്ഞ പോലെ എത്രയോ നാളായി ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിക്കോന്ന് പറഞ്ഞ് നടക്കുന്നവരാ നിങ്ങൾ. ഇനിയിപ്പൊ അതിനുള്ള സമയമായി. താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലേ എല്ലാ അർത്ഥത്തിലും വേലുവിന് സ്വന്തമാ നീ. പിന്നെ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ തുടങ്ങുന്നത് ഊരിൽ പോയി മലദൈവങ്ങളുടെ മുന്നിൽ വിശാലമായിട്ട് കല്യാണമൊക്കെ നടത്തിയിട്ട് മതി. അതെ, അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി ഒരു സംശയത്തിന്റെ കാര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് രണ്ടാളും. നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുന്നതാണ് പ്രായം ചെന്നവരുടെ സന്തോഷവും മനസമാധാനവും ഒക്കെ. ഞാനും എന്റെ സായാഹ്നത്തിലെ അന്തേവാസികളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാൾക്ക് ചിന്തിക്കാൻ സമയം വേണം. എന്താ ചേച്ചി പറയുന്നത്? ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിക്കേ. എടാ, നോക്കി നിൽക്കാതെ ഇവിടെ വിളിച്ചിട്ട് ചിലടാ പോവോ. പാവം കൊച്ച്. അതെ, അവള് പാവാ. അങ്ങനെയുള്ളവർക്ക് ചതി പറ്റാൻ എളുപ്പമാ. അതുകൊണ്ട് വീലും അവളെ കൈ പിടിക്കണം. ഇരിക്കാമല്ലോ. എന്താ മോളെ നിന്റെ അഭിപ്രായം? അമ്മ എന്ത് പറയുന്ന അറിയില്ല. മാമി എന്തായാലും കല്യാണം നടത്തണ്ടെന്ന് പറയില്ല. അത് നേരത്തെ നിശ്ചയിച്ചാണല്ലോ. ഇത്ര എടിപിടിയൊന്നും വേണോന്നാണ് എന്റെ സംശയം. എനിക്ക് ഉറപ്പ് മാത്രം നീ തന്നാ മതി. ഇനിയും ഗംഗാപ്രസാദിനെ പോലുള്ളവരൊക്കെ കാട്ടിനകത്ത് വരും. അന്യന്റെ പെണ്ണിനെ മോഹിക്കുന്നവരാരും നല്ലവരല്ല. ആ സമയത്ത് എനിക്ക് പഠിത്തം കുറവാണ്, ഞാൻ നമ്മുടെ ഊരിൽ താമസിക്കുന്നവനാണെന്ന് കരുതി നിന്റെ മനസ്സ് ചാഞ്ചാടാതിരുന്നാ മതി. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ഓർത്തത് എന്റെ അപ്പനെയാ. പക്ഷെ കല്യാണിച്ചും കിരണേട്ടനും
നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രം എന്തും ചെയ്യും. അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്തണ്ട. നമുക്ക് താലികെട്ട് നടത്താം. അമ്മ എതിർക്കുവാണെങ്കിൽ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം. എന്തായാലും അവരാഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണം. അത് തന്നെയാണ് അമലു എന്റെ ആഗ്രഹം. എനിക്ക് 1-2 പവനല്ല തന്നത്, 10-25 ലക്ഷത്തിന് മുകളിൽ വരും അതിന്റെ വില. സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിയായിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാ. പിന്നെ നിന്റെ കഴുത്തിൽ താലിച്ചാരുടെ മാത്രം പോരല്ലോ, സ്വർണ്ണത്താലി ഇവിടെ വേണ്ടേ? അതിന്റെ കൂടെ ചെറിയൊരു മാല കൂടി ഇടേണ്ടതാണ്. അതിനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതുകൂടി പറഞ്ഞവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു മഞ്ഞ ചരട് എന്റെ കഴുത്തിൽ കെട്ടിയാ മതി. അതൊക്കെ എന്താണെന്ന് വെച്ചാ അവര് തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും മഞ്ഞച്ചരട് അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ, നമ്മൾ അവര് പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. അല്ലെങ്കിൽ തന്നെ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എന്റെ ഹൃദയത്തിൽ നീയുണ്ട്. അതിപ്പോ താലിയില്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. മോളെ നിങ്ങൾ രണ്ടാളും പോവാൻ റെഡിയായോ? പോയിട്ട് അവളുടെ ബന്ധു വീട്ടിലേക്ക് പോകണം. 1-2 ദിവസം കഴിഞ്ഞ് വരാമേ. അറിയാലോ, ഇപ്പോഴും ഒരുത്തം പുറത്തുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടാവും. അമ്മയ്ക്ക് എത്ര പേടിയാണെങ്കിൽ അമ്മയും കൂടെ പോലെ. അതെ, ദൂരെ ഇരിക്കുമ്പോഴമ്മേ ഈ ഭയവും വിഷമൊക്കെ ഉണ്ടാവുന്ന. കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിരുന്നിന് പോവല്ലേ? ആ സമയത്ത് ഞാൻ കൂടെ വരുന്നത് ശരിയല്ല. ഞാനിവിടെ പ്രാർത്ഥനയോടെ ഇരുന്നോളാം. എന്തായാലും ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ബന്ധുക്കളും അയൽക്കാരൊന്നും പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കല്യാണക്കാര്യം ചാനലിൽ വന്നപ്പോ പലരും എന്നെ വിളിച്ചിരുന്നു. കുട്ടികൾ ചെയ്തത് നന്നായെന്ന് അവരൊക്കെ പറഞ്ഞത്. അപ്പോ അമ്മയ്ക്ക് ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ. ആ പരാതി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നെ വിളിച്ചോണ്ടിരിക്കുന്നവരൊക്കെ എന്നെ അഭിനന്ദിച്ചോണ്ടിരിക്കും. അന്ന് കാർത്തൂനെ വിട്ടുകളയെന്ന് പറഞ്ഞപ്പോ എന്നെ വിമർശിച്ച ചാനലുകാരൊക്കെ ആൺകുട്ടി എന്നൊക്കെയാ എന്നെ വിശേഷിപ്പിച്ചത്. കാർത്തൂനും വരുന്നുണ്ട്. അഭിനന്ദന പ്രവാഹമൊക്കെ. സ്നേഹിച്ചവർ ഒന്നിക്കാൻ കാണിച്ച ധൈര്യവും തന്റെ ഇടമൊക്കെ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബന്ധുവീട്ടിൽ പോകാൻ കൂടെ ആള് കാണില്ലേ? കല്യാണിയും കിരണമൊക്കെ ഞങ്ങൾക്കൊപ്പം എല്ലായിടും ഉണ്ടാവും. അവര് കൂടെ ഉള്ളത് ഒരു ബലമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്, ഈ ഗംഗാപ്രസാദ് ആകെ ഭയക്കുന്നത് ഈ കിരണിനെ മാത്രമാണ്. ഞാനും എന്റെ അമ്മയും ചെന്നൈന്ന് നാട്ടിലേക്ക് വന്നത് കിരണിന്റെയും കിരണിന്റെ അച്ഛന്റെയും സ്വാധീനം മനസ്സിലാക്കിയിട്ട് തന്നെയാ. കിരണിനെ പോലെയും കല്യാണിയെ പോലെയും തന്റെ ഉള്ള രണ്ടുപേരെ ബന്ധുക്കളായി കിട്ടിയത് എന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യം. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും എനിക്കിനി എന്റെ അമ്മയെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അമ്മയെ അവരൊക്കെ പൊന്നു പോലെ നോയിക്കോളും. എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ രണ്ടും ജോലിക്ക് പോയാ പിന്നെ അമ്മ ഒറ്റയ്ക്ക്. അതുകൊണ്ട് അമ്മയും കാർത്തൂന്റെ അമ്മയും എല്ലാരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നതായിരിക്കും നല്ലത്. അതേപ്പറ്റി എന്റെ അമ്മ പറയുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. അതെന്തായാലും ഞാൻ അനുസരിച്ചോളാം. എന്റെ കണ്ണടയുന്നത് വരെ സന്തോഷത്തോടെയും സുഖത്തോടെയും നിങ്ങൾ രണ്ടുപേരെയും ദേ ഇതുപോലെ എന്നും കാണണം, ചിരിച്ച മുഖത്തോടെ. എനിക്ക് അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ സമയം കളയാതെ രണ്ടാളും പോയിട്ട് വാ. ശരി അമ്മ. മോളെ സൂക്ഷിച്ചു പോയിട്ട് വാ. നീ ഒന്ന് വിളിക്കും മോളെ. എവിടെ എത്തിയെന്ന് ചോദിക്ക്. എന്താ ലക്ഷ്മിയമ്മ ഇത്? എത്ര പ്രാവശ്യം നമ്മൾ അവരെ വിളിച്ചത്? എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന അവർക്കത് ബുദ്ധിമുട്ടല്ലേ? ചായ കുടിക്കാമേ. എനിക്ക് ചായ ഒന്നും വേണ്ട മോളെ. ഇത് വല്ലാത്തൊരു ടെൻഷനാണല്ലോ അമ്മേ. അവർക്കിനിയിപ്പോ സ്ഥിരമായിട്ട് പുറത്തേക്കൊക്കെ പോകേണ്ടതല്ലേ? ഗംഗാപ്രസാദിനെ ഓർത്ത് ആരും ഇനി ടെൻഷൻ അടിക്കണ്ട. ഇനി അവനെ കൊണ്ട് ആർക്കൊരു ശല്യം ഉണ്ടാവില്ല. ഇത് തന്നെയാ കിരണേട്ടൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആത്മവിശ്വാസം തരാൻ വേണ്ടി മോൻ അങ്ങനെ പറയുന്നതല്ലേ. എന്ന് വെച്ച് എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല. അവരെത്തി. ഇപ്പൊ സമാധാനമായല്ലോ. ദിലീപേ, ഹാപ്പി അല്ലേ? ചേച്ചി ദേ ഇത്രയും നേരം ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനവും തന്നിട്ടില്ല. എപ്പോഴും വിളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ അമ്മ 4-5 തവണ വിളിച്ചായിരുന്നല്ലോ. എന്റെ മോനെ ഇപ്പൊ ഒരുത്തൻ അറിഞ്ഞു കാണുമല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന്. അതുകൊണ്ട് അവൻ ബോംബുമായിട്ട് എവിടെയൊക്കെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൻ ഇനി എവിടെ നിൽക്കില്ല ലക്ഷ്മിയമ്മേ. അവൻ മണ്ണിനടി കടന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേ, ഞങ്ങൾ തൊട്ട അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അത്യാവശ്യം അടുത്തുള്ള ബന്ധുവീടുകളിലും പോയി. ആർക്കും ഒരു പിണക്കവും പരിഭവം ഒന്നും തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞല്ലോ നമ്മുടെ സമാധാന. പിന്നെ അച്ഛൻ മരിച്ച അസ്ഥി ഒഴുക്കി ഉടൻ തന്നെ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ കുറെ കാരണവന്മാരുണ്ടായിരുന്നു കൂട്ടത്തില്. പറയുന്നവർ പറയട്ടെ. പക്ഷെ ആ അച്ഛന്റെ സംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് ഇത്രയും തിടുക്കം കാണിച്ചത്. എന്നാ പിന്നെ രണ്ടാളും വാ. വാ മക്കളെ, വാ. വാ ഇരിക്ക്. ഇരിക്കും. ഇരിക്ക്. ഞാൻ ചായ എടുക്കാം. ഇന്ന് നേരത്തെ തന്നെ രണ്ടാളും വരണമെന്ന് പറഞ്ഞതേ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാ. അതെന്താ? അതൊക്കെ പറയാം. രണ്ടാളും ഇനി ഒരു ചടങ്ങ് കൂടെ പങ്കെടുക്കണം, അടുത്തൊരു കല്യാണത്തിന്. ഞങ്ങൾ അതങ്ങ് ഫിക്സ് ചെയ്തു. അമലുന്റെയും മേലുന്റെയും കല്യാണം. ഇവിടെ അടുത്തൊരു കാവുണ്ട്, അവിടെ വെച്ച് ചെറിയൊരു താലികെട്ട്. അത് കഴിഞ്ഞ് വിപുലമായ കല്യാണം അവര് നടത്തിക്കോട്ടെ. അതെന്തുകൊണ്ട് നന്നായി. ഞാൻ ദിലീപേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗംഗാപ്രസാദ് എന്ന് പറയുന്നവനെ ഒരിക്കലും മറക്കാൻ കഴിയും. ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ്.